നമസ്കാരം. അങ്ങനെ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന ADGP പെട്ടു എന്ന് പറയുന്നതാണ് ശരി. ഈ എം.ആർ. അജിത് കുമാർ കുറേ കാലമായി ഒരു തരത്തിൽ പറഞ്ഞാൽ കുപ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന ഒരു ADGP ആണ്. IPS-കാരനാണ്, കാര്യമൊക്കെ ശരിയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ള പേരിൽ ഒരു കേസ് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടാര സദൃശ്യമായ ഒരു വീടൊക്കെ വെച്ചിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായി ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതാവും ശരി. ഇനി അതല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ദത്താത്രേയ ഹൊസബാള, നമുക്കെല്ലാവർക്കും അറിയാം. ദത്താത്രേയ ഹൊസബാളയെ നമ്മൾ കുറേ കാലം ഇട്ട് ആഘോഷിച്ചതാണ്. ആ ദത്താത്രേയ ഹൊസബാള RSSന്റെ നേതാവാണ്. ഈ RSSന്റെ നേതാവിനെ പോയി കണ്ടിരുന്നു, ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയിട്ട്. അതിനുശേഷമാണ് പിന്നീട് കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഉത്സവം തടസ്സപ്പെടുത്തുന്നത്. അത് തടയപ്പെടുകയും അവിടെ വലിയ വിഷയത്തിലേക്ക് പോവുകയും തുടർന്നിങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്നും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കഥയുമാണ്. അതിൽ നമ്മളെ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP വഹിച്ച പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ എം.ആർ. അജിത് കുമാർ ഈ കാലം അത്രയും ഒരു വലിയ രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, എവിടെയൊക്കെയോ എം.ആർ. അജിത് കുമാറിനെ അന്ധമായി വിശ്വസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെതിരായി ഉയർന്നു വന്ന ഒരു വലിയ വിവാദവും ആരോപണവും. ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കാര്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും പിന്നീട് എം.ആർ. അജിത് കുമാർ പിണറായി വിജയൻ്റെ വീട്ടുജോലിക്കാരനായി മാറി എന്നുള്ള ആരോപണം വരെ UDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. നമ്മൾ അതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എം.ആർ. അജിത് കുമാറിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവാണ്. ആ PV അൻവറാണ് എം.ആർ. അജിത് കുമാറിനെ കുറിച്ച് പല ആരോപണങ്ങളും പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് എം.ആർ. അജിത് കുമാറിന് സംഘപരിവാറും പിണറായി വിജയൻ സർക്കാരും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പിന്നീട് UDFന്റെ ഒരു ആരോപണ തലത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും എം.ആർ. അജിത് കുമാറിന് ഒരു ക്രിമിനൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു അഴിമതിയുടെ, ഒരു കറപ്ഷൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ അതാ നമ്മൾ നോക്കിക്കോളൂ, നവകേരള സദസ്സ് എന്നുള്ള പേരിൽ നവകേരള ബസ്സുമായി നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയം. അങ്ങനെ ആ നവകേരള ബസ് മന്ത്രിമാരെ വഹിച്ചുകൊണ്ടുള്ള ബസ് ആലപ്പുഴ ജില്ലയിലെത്തുന്നു. ആലപ്പുഴ ജില്ലയിലെത്തുന്ന സമയത്താണ് AD തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിന് നേരെ കരിങ്കൊടിയുമായി ചാടിയിറങ്ങുന്നത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതാണല്ലോ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു പ്രതിപക്ഷ കക്ഷിക്കും അതിനുള്ള അവകാശമുണ്ട്. ഏതൊരു സംഘടനയ്ക്കും, എന്തിനേറെ പറയാൻ ഒരു മനുഷ്യന് പോലും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമുക്കറിയാം. ആ അവകാശം വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും കൂടി നേരെ ഇത്തരത്തിൽ ഒരു കരിങ്കൊടി കാണിക്കൽ നടത്തുന്നത്. ആ കരിങ്കൊടി കാണിക്കൽ നടത്തിയ സമയത്ത് സ്വാഭാവികമായും ഗൺമാന്മാർ ഇതൊന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ പോലും ഗൺമാന്മാർ ചാടി വീഴുകയും ഈ ഗൺമാന്മാർ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യിലിരുന്ന വടി കൊണ്ട് അല്ലെങ്കിൽ ലാത്തി കൊണ്ട് അവരുടെ ആയുധം കൊണ്ട് മൃഗീയമായി തല്ലി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവരെല്ലാം ആശുപത്രിയിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അതിനെ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു അന്ന് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. രക്ഷാപ്രവർത്തനം നടത്തി. കാരണം ഓടി വരുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്ന ചെറുപ്പക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനം. അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു, വാഹനത്തിൻ്റെ മുന്നിൽ ചാടി ചാവണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. അവരെ പിടിച്ചു മാറ്റി ഒരിടത്ത് കൊണ്ടിരുത്തുന്നു. ഇരുത്തിയിരുന്നെങ്കിലും കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഉപദ്രവിച്ചത്? ആ വണ്ടി ഇടിച്ചായിരുന്നേ അവർക്ക് ഇത്രയും പരിക്ക് പറ്റില്ലായിരുന്നു എന്നുള്ളത് വേറൊരു വാസ്തവം. അല്ലെങ്കിൽ അവരവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ടേനെ. അപ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ അവരെ ഉപദ്രവിക്കുന്നു, മൃഗീയമായി തല്ലി പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മൃഗീയമായി തല്ലി പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ ആ പരിക്കേറ്റവരെ പിന്നീട് കേസുമായി മുന്നോട്ട് പോവുകയും ആ കേസിനകത്ത് പക്ഷേ ഈ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ തെളിവുകളും ഡിജിറ്റൽ തെളിവ് അടക്കമുള്ള തെളിവുകളുമുള്ള ഒരു കേസ്
മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുന്നു, തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ പോകുന്ന സാഹചര്യത്തിൽ പോലും തെളിവുകളില്ല എന്നുള്ള ഒരു പേരിൽ ആ കേസ് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി. അതിനെ ചുക്കാൻ പിടിച്ചതും ഈ പറയുന്ന നമ്മുടെ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP തന്നെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ MR അജിത് കുമാർ എന്ത് ചെയ്തു? ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവുകളില്ലാത്ത രീതിയിൽ ഇത് കേസ് റെഫർ ചെയ്യുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് വാട്സാപ്പിലൂടെയും അദ്ദേഹം, എനിക്ക് തോന്നുന്നു വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു 3 DYSPമാർക്കെതിരായും ഉടൻ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്രയും നമ്മൾ പറഞ്ഞു വന്നത് ചരിത്രമാണ്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ അന്ന് കേസ് അന്വേഷിച്ചത് നമുക്കറിയാവുന്ന പോലെ SP ആയിരുന്ന ഷൗക്കത്ത് അലിയാണ്. ഷൗക്കത്ത് അലി ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ SP ഷൗക്കത്ത് അലിയാണ് കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷിച്ചു എങ്കിൽ തന്നെയും കേസ് അന്വേഷിച്ചു, MR അജിത് കുമാറിനെതിരായി തെളിവുകളുണ്ട്, MR അജിത് കുമാർ കുറ്റകരമായ അനാസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണിച്ചു, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ SP ആയതുകൊണ്ട് SP റാങ്ക് എന്ന് പറഞ്ഞ ADGP റാങ്കിനേക്കാൾ താഴെ നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നടപടിക്ക് ശുപാർശ ചെയ്യാനോ നേരിട്ട് നടപടിയെടുക്കാനോ ഷൗക്കത്ത് അലിയെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഒരു നടപടിക്രമം സസ്പെൻഡ് ചെയ്തു എന്തായിരുന്നാലും. കാര്യം UDF എന്ന് പറയുന്ന ഒരു സർക്കാർ, UDF നയിക്കുന്ന ഒരു സർക്കാർ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രിയായിരിക്കുന്നത് VD സതീശൻ. ഇവർക്ക് അവരുടെ ഇത് സഭയിലുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ഒരു MLAക്കാണ് അന്ന് തല്ല് കിട്ടിയത്, ആലപ്പുഴയിൽ നിന്നുള്ള AD തോമസിന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു സസ്പെൻഷൻ നടപടികൾ പൂർത്തിയാക്കി MR അജിത് കുമാറിനെതിരെ പണി കിട്ടിയത്, സസ്പെൻഷനിലായത്. അപ്പോൾ ഇത് പ്രകാരം MR അജിത് കുമാറിൻ്റെ ശമ്പള വർധനവ് തടയാം, നമ്മുടെ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കാം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ MR അജിത് കുമാറിനെതിരായി സർവീസ് തല നടപടികൾ ഉണ്ടാവും, അതായത് ഔദ്യോഗിക നടപടികൾ ഉണ്ടാവും. ഇത് കൂടാതെ വകുപ്പ് തല അന്വേഷണത്തിന് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വകുപ്പ് തല അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ DGPയാണ് വകുപ്പ് തല അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ ചുമതല യോഗേഷ് ഗുപ്തയ്ക്കായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യോഗേഷ് ഗുപ്ത വകുപ്പ് തല നടപടി അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ADGP MR അജിത് കുമാറിന് അതൊരു വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 8ന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. നല്ല ഒന്നാന്തര പണി മേടിച്ചുകൊണ്ട് നമ്മുടെ ADGP MR അജിത് കുമാറിന് ശിഷ്ടകാലം ജീവിക്കാം. കാര്യം ഈ പറയുന്ന കള്ളൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഴിമതി, അല്ലെങ്കിൽ ക്രമക്കേട് എല്ലാം നമുക്ക് കാണിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ കാണിക്കാൻ കഴിയും. അത് നമ്മൾ MR അജിത് കുമാറിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും MR അജിത് കുമാറിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും സർവീസിലുള്ളവർക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് ആർക്കും എത്ര വേണമെങ്കിലും അഴിമതി കാണിക്കാം, എത്ര വേണമെങ്കിലും ഇവിടെ എന്താ പറയുക അട്ടിമറി നടത്താം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരമിരിക്കുന്ന കാലത്തോളം ഉണ്ടാകും. അതിനുശേഷം അധികാര കസേരയിലേക്ക് പുതിയ മുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ തനിക്ക് എതിരായ രാഷ്ട്രീയ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ തനിക്കെതിരായിട്ടുള്ളവരാണ് വരുന്നതെങ്കിലോ തീർച്ചയായും പണി കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ഏതൊരാളും മാനിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊക്കെ മാറും. കാര്യം സർക്കാരുകൾ മാറും. ഇവിടെ ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ്. ഇവിടെ സർക്കാരുകൾ മാറി മാറി വരും. ആ സർക്കാരുകൾക്കനുസരിച്ച് അവരുടെ നിലപാടുകളിലും മാറ്റം വരും. എന്നും ആരും ഒപ്പം ഉണ്ടാകില്ല MR അജിത് കുമാറിനൊപ്പം എന്നുള്ള കാര്യം അജിത് കുമാർ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ MR അജിത് കുമാർ ഒരേ സമയം RSSന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, ഒരേ സമയം CPMന് വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് MR അജിത് കുമാറിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാൻ മനസ്സിലാവുന്നത്. അവിടെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനവും ഉണ്ടായിരുന്നു എന്നുള്ളതും അത് സംബന്ധിച്ചുള്ള കേസുകൾ ചില തള്ളിപ്പോവുകയും ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇവിടെ നിലവിൽ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്തു തന്നെയാണെങ്കിലും മാതൃകാപരമായ നടപടിയാണ്. വകുപ്പ് തല അന്വേഷണത്തോടൊപ്പം നടപടിക്രമങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.